ഇനിയും കോടതിക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടല്ലോ. അപ്പോൾ നോക്കാം നമുക്ക്. അദാനി ഇല്ല, ഇതുവരെ ഇല്ല എന്ന് ശരി, സമ്മതിക്കാമല്ലോ. എം വി നികേഷ് അപ്പോൾ കുമാർ, അദാനി ഇല്ല, ആ എന്നതിലേക്ക് വാദം പൊളിഞ്ഞു. ചുരുക്കിയാണ് സുജയ. അല്ല സുജയ, അത് വളരെ ബോധപൂർവം അതിനെ വഴിതിരിച്ചു വിടുകയാണ്. നോക്കൂ, അദാനിയും അംബാനിയും ഇതിപ്പോൾ 1,00,000 കോടി രൂപ. നോക്കൂ, ഈ രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 8.7 ബില്യൺ ഡോളറാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ചെലവ്. 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി. നോക്കൂ, അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ തുകയാണ് ഇന്ത്യ അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി നടത്തുന്നത്. അപ്പോൾ 2019 ആ നിലയിൽ അതാരെ കണ്ടെത്തിയിരിക്കുന്ന ബ്ലൂംബർഗാണ്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ ഏതാണ്ട് 1,00,000 കോടിയുടെ 5,000 കോടി മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വരുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എത്രയോ ഇരട്ടി, ഒരു 20 ഇരട്ടി ചിലവുണ്ട്. അപ്പോൾ പിന്നെ അദാനിയോ അംബാനിയോ ഇതിനകത്ത് വരില്ല. ഇത് ക്വിഡ് പ്രോക്കോ ആണ്. എന്താണ് ക്വിഡ് പ്രോക്കോ? നിങ്ങളൊരു പ്രൊജക്റ്റിന് വേണ്ടി പണം നൽകുക. നിങ്ങൾക്ക് ED അന്വേഷണം വരുമ്പോൾ ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ, നമ്മൾ സബ് ഇൻസ്പെക്ടർക്കും DYSPക്കും കൈക്കൂലി കൊടുക്കുന്ന പോലെ കൈക്കൂലി കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതൊന്നും അംബാനിക്കും അദാനിക്കും ചെയ്യേണ്ടതില്ല. നമ്മുടെ ചോദ്യം എന്താണ്? ബോണ്ടിൽ ഒത്തുകളിയോ എന്നുള്ളതാണ്. ബോണ്ടിൽ ഒത്തുകളിയോ എന്നുള്ള ചോദ്യത്തിന് എന്താ സംശയം എന്നുള്ളതാണ് മറുപടി, അല്ലാണ്ട് എസ് എന്നല്ല മറുപടി. നോക്കൂ, എന്തുകൊണ്ടാണത്? 2017 ഇലക്ട്രൽ ബോണ്ടിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് വന്നത്. 2017 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ മുറവിളി ഉയർന്നിരുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് വാദത്തിന് എടുത്തത് സമീപകാലത്താണ്. ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. രണ്ടാമത്തേത്, ഈ ഉത്തരവ് വന്നതിന് ശേഷം, അതായത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ആർട്ടിക്കിൾ 19(1)(a) ലംഘനമാണ് എന്നും പറഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്? ഈ കാലത്തായിരുന്നു കുചേലൻ ശ്രീകൃഷ്ണനെ അവൽ കൊണ്ടു കൊടുത്തിരുന്നത് എങ്കിൽ അതും അഴിമതിയാകുമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദി സുപ്രീം കോടതിയെ വിമർശിക്കുന്ന കണ്ടില്ല. ഇവിടെ സുപ്രീം കോടതിയെ പരോക്ഷമായി നരേന്ദ്രമോദി വിമർശിക്കുന്നു എന്ന് വരുന്നത് അദ്ദേഹത്തെ അത് വല്ലാതെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ അത് വല്ലാതെ ഹർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ്. 3, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് ജൂൺ 30 വരെയുള്ള കാലതാമസം ചോദിച്ചത്? ഈ വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതിനകത്തില്ല. 2018 മാർച്ച് മുതൽ 2019 ഏപ്രിൽ വരെയുള്ള 2,500 കോടിയുടെ വിവരങ്ങളില്ല. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് വന്നാൽ മതി അടുത്ത തവണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ വിവരങ്ങൾ തന്നെ കൊടുത്തത് എങ്ങനെയാണ്? സുപ്രീം കോടതി പറഞ്ഞു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചോദ്യം ബോണ്ടിൽ ഒത്തുകളിയാണോ എന്നുള്ളതാണ്. എങ്കിൽ ഒത്തുകളി എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി കേന്ദ്ര സർക്കാരിന് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ കണക്കൊക്കെ അറിയാം അല്ലേ? രാജ്യത്തെ കോർപ്പറേറ്റ് ഹൗസുകൾ നേരിട്ടും പരോക്ഷമായും സബ്സിഡറി മുഖാന്തരവുമാണ് ഈ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത്. 10 വലിയ കോർപ്പറേറ്റ് ഹൗസുകളാണ് 5,400 കോടിയുടെ 45% വാങ്ങിയിരിക്കുന്നത്. പലർക്കും നേരിട്ടല്ല, സബ്സിഡറി വഴിയാണെന്നുള്ള കണക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. നോക്കി, ഇത് ഞാനിതിനെ കാണുന്നത്, നേരത്തെ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ബോംബെയിൽ 1970കളിലും 80കളിലും ഒക്കെ തന്നെയും ഈ അണ്ടർവേൾഡ് സജീവമായിരുന്നു. പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം നമ്മൾ അണ്ടർവേൾഡ് കിങ്സിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സുരക്ഷയും ആ പ്രൊജക്റ്റ് നടത്താനുള്ള അവസരം. നമ്മളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു തൂണ് നാട്ടി ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു അണ്ടർവേൾഡ് കിങ് വരും, എന്നിട്ട് പറയും ഈ പ്രദേശം എൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വ്യവസായശാല എത്രയാണ്, എന്താണ് അതിൻ്റെ മുതൽ മുടക്ക് എത്രയാണ്? 500 കോടിയാണോ? ശരി, 50 കോടി എനിക്ക് തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷാ വ്യവസായം നടത്താനുള്ള അനുമതി. എന്നതുപോലെയും പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ബേനസീർ ഭൂട്ടോ വിദേശ രാജ്യങ്ങളിൽ പോയി നിക്ഷേപം സമാഹരിക്കും. ആ നിക്ഷേപം സമാഹരിക്കുമ്പം ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അന്നത്തെ ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ആസഫ് അലി സർദാരി കൂടെ പോവും. എന്നിട്ട് ഒരു ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ ചെവി പോയിട്ട് സർദാരി പറയും 10% എനിക്കാണ് കേട്ടോ, 10% എനിക്കാണെന്ന് പറയും. അങ്ങനെ മിസ്റ്റർ 10% എന്നാണ് ആസഫ് അലി സർദാരി അറിയപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്നല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള ബ്രിട്ടീഷുകാരെ എങ്ങനെയാണോ ഈ രാജ്യത്തെ കൊള്ളയടിച്ചത്, സമാനമായ വിധത്തിലാണ്
ഇതാ ഇപ്പോൾ ഇന്ത്യയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ക്വിഡ് പ്രോക്കോയിലൂടെ രാജ്യത്തെ വ്യവസായികളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള, എംബ്രാസിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതിൻ്റെ കാരണമാണ് ആരൊക്കെയാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതിലൂടെ ബോധ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇപ്പോൾ പുറത്തു വരുന്ന ഡാറ്റയൊക്കെ തന്നെയും ആളുകളൊക്കെ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം. മാർട്ടിനെ കുറിച്ച് ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വ്യവസായിയാണല്ലോ മാർട്ടിൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂചന നൽകി. അതായത് അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാന്റിയാഗോ മാർട്ടിൻ ശ്രമിച്ചത് ഏതൊക്കെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണെന്ന് അറിയാമോ? വെറും സംസ്ഥാന സർക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും മാത്രമല്ല, ഒരു പരിധിവരെ കോടതിയെ സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോടതി അതിന് വഴങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. ആ നിലയിൽ കേരളം കേരളം കുട്ടിച്ചോറാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു അന്യസംസ്ഥാന ലോട്ടറി. നമുക്ക് ലോട്ടറിയോടൊരു അഭിനിവേശമുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ശക്തമായ ലോട്ടറി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അത് സംസ്ഥാന ലോട്ടറി ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ വലിയ നിലയിലൊരു ചൂതാട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അന്യസംസ്ഥാന ലോട്ടറിയുടെ കൊണ്ടുവരാൻ വേണ്ടി കോടികൾ ഒഴുക്കിയിരുന്നു. ഞാനന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനൊരു ടെലിവിഷൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ മുന്നിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ഓഫറുകളുണ്ടായിരുന്നു. ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഓഫർ, ഒന്ന് ഈ സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള അന്യസംസ്ഥാന ലോട്ടറിക്കാരുടെ ഓഫർ. സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് 3% ലോട്ടറി വിറ്റുവരവിൻ്റെ 3% പരസ്യമായി നൽകാം. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന പണം പരസ്യമായി നൽകാം എന്നായിരുന്നു. അപ്പോൾ ആ വലിയ ടെംപ്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് അന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ നിന്നത്. കേരള സംസ്ഥാന സർക്കാർ പിന്നീട് 3% തന്നിട്ടില്ല, അത് പോട്ടെ. പക്ഷേ എങ്കിൽ പോലും അന്ന് ഒന്നിച്ചു നിന്നു. VS അച്യുതാനന്ദൻ്റെ പോരാട്ടം ഓർമ്മയില്ലേ? അന്ന് ആ കാലഘട്ടത്തിൽ വലിയ പോരാട്ടം കേരള സമൂഹമാകെ നടത്തിക്കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സാന്റിയാഗോ മാർട്ടിൻ 1368 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ 1368 രൂപ 409 കോടി രൂപ ED റെയ്ഡ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5 ദിവസങ്ങൾക്കുള്ളിൽ, നോക്കൂ, എൻ്റെ കമ്പനിയിൽ വന്ന് ED റെയ്ഡ് നടത്തുകയും എൻ്റെ 409 കോടി രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്ത് വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയ പാർട്ടിക്ക് 100 കോടി രൂപയുടെ ബോണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. മേഘ എഞ്ചിനീയറിംഗ് 140 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി 1 മാസത്തിന് ശേഷം 14,400 കോടിയുടെ മഹാരാഷ്ട്ര ട്വിൻ ടണൽ പ്രൊജക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അവരുടെ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വൻപൻ തുകയുടെ പ്രൊജക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഫാർമ കമ്പനികളുടെ കാര്യത്തിനകത്ത് സമീപകാലത്ത് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്നത് ഫാർമ കമ്പനികളുടെ കാര്യത്തിലാണ്. പ്രത്യേകിച്ച് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി, വിദേശത്ത് കച്ചവടം ചെയ്യാനുള്ള അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെയും വലിയ നിലയിൽ ഫാർമ കമ്പനികൾക്ക് പണം നൽകേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാർമ കമ്പനികളിൽ നിന്ന് എക്സ്റ്റോർഷൻ നടത്തി എന്ന് തെളിയിക്കുന്നതാണ് അവർ പണം കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇവർ പണം കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അനുമതി ലഭിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ കഥകൾ ഇനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സിപ്ല, ഗ്ലെൻമാർക്ക് തുടങ്ങിയ കമ്പനികൾക്കെതിരെ നികുതി വെട്ടിപ്പിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവർ ഈ പണം നൽകിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണണം. ഖനി കമ്പനികൾ, എന്തിനാ ഖനി കമ്പനികൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നപ്പോൾ? ഇന്ത്യൻ ഖനി കമ്പനികൾക്ക് അവർക്ക് അനുമതി വേണം. അത് അനുമതി വേണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി BJP ആണ് എങ്കിൽ രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആവുകയാണ്. മൂന്നാമത്തെ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് ആകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, BJPക്ക് പണം കൊടുത്താൽ ക്വിഡ് പ്രോക്കോ ഉണ്ടാകും. 2, കോൺഗ്രസ്സിന് പണം കൊടുത്താൽ BJPയുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിരോധമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് പണം മൂന്നാമതായി പോകുന്നതിൻ്റെ രഹസ്യവും അതാണ് എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ബാങ്ക് അറിയിക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ മതി. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ BJPയെ മാത്രം വിമർശിക്കേണ്ട.
BJP കേന്ദ്രവും കൂടുതൽ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJP ക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കൊൽക്കത്ത വലിയൊരു വ്യവസായ നഗരമാണ്, വ്യവസായ സ്റ്റേറ്റാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അവിടെ വലിയ നിലയിൽ ഈ പറയുന്ന ഖനികളുണ്ട്, വലിയ രീതിയിൽ സ്റ്റീൽ പ്ലാന്റുകളുണ്ട്. അവിടേക്കും കൂടുതലായി പണം ആർക്ക് കിട്ടുന്നു? TMCക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കർണാടകത്തിലും തെലങ്കാനയിലും ഇവിടെ ഹിമാചൽ പ്രദേശിലും ഭരണമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നത്. പിന്നെ നേരത്തെ പണം കിട്ടിയതിൽ BRSന് അധികാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഹൈദരാബാദിലെ കോർപ്പറേറ്റ് തലസ്ഥാനം കൂടിയാണ് ഹൈദരാബാദിലെ പാർട്ടിയായിട്ടുള്ള BRSനും വലിയ തുക കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുപ്രീം കോടതി സംശയിച്ചതുപോലെയും ഇന്ത്യയിൽ ആകമാനമുള്ള ജനാധിപത്യവാദികൾ, ഈ പോരാട്ടം നടത്തിയിട്ടുള്ള ജനാധിപത്യവാദികളെല്ലാം സംശയിച്ചതുപോലെയും ഇത് ക്വിഡ് പ്രോക്കോ തന്നെയാണ്. കോർപ്പറേറ്റുകൾക്ക് അവരുടെ കൊള്ള മുതലിൻ്റെ ഒരു നിശ്ചിത ശതമാനം രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിൽ നടക്കാൻ അനുവദിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ശരിയാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ നമ്മളോട് മത്സരിക്കാൻ മറ്റു പാർട്ടികൾക്കാകില്ല എന്ന് കണ്ട് ചെയ്തത് തന്നെയാണ്. പക്ഷെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാത്തതിലൂടെ ഇത്രയും വലിയ കൊള്ളയടി ഈ രാജ്യത്ത് നടന്നതിൻ്റെ ഒരു ഉത്തരവാദി ഇന്ത്യയിലെ ജുഡീഷ്യറി കൂടിയാണ് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. Meet the editors.